നമ്മുടെ അബ്ബാപിതാവിന് നമുക്ക് ഒരുമിച്ച് ഈ സമയം മഹത്വം അർപ്പിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഉത്തമ സ്ത്രീ എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ചെയ്തുകൊള്ളുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിനത്തിൽ ഒരു വീഡിയോ ആയി ഈ ശുശ്രൂഷയെക്കുറിച്ച് അല്പം മുഖവുരയും ആശയം പറയുവാൻ തക്കവണ്ണം ഇടയായി. അതോടൊപ്പം ദൈവരാജ്യ സുവിശേഷത്തെക്കുറിച്ചും പങ്കുവയ്ക്കുവാനിടയായി. ഇത് കുറച്ച് പേരെല്ലാം കേൾക്കുവാനിടയായി. എന്നാൽ കേട്ട പ്രിയപ്പെട്ടവർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കേണ്ടതിന് ആ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമുക്കും ഒരുമിച്ച് കർത്താവിൻ്റെ ആ സുവിശേഷത്തിൽ പങ്കുകാരാവാം. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ അബ്ബാപിതാവ് നൽകി തന്നിരിക്കുന്ന വിഷയം ചിന്ത എന്നത് തന്നെയാണ്. സഹോദരിമാരായ നമുക്കറിയാം, പല ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ ബാലൻസായി കൊണ്ടുപോകാൻ തക്കവണ്ണം നാം പാടുപെട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചിന്തകൾ, നമുക്ക് ദൈവം ഏൽപ്പിച്ചിട്ടുള്ള നന്മകളെക്കുറിച്ചുള്ള ചിന്തകൾ, പലതും ചെയ്ത് തീർക്കുവാനുള്ള ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങളോടും അതുപോലെ നമ്മുടെ ദർശനങ്ങളോടുമൊക്കെ ചേർന്നിട്ടുള്ള ചിന്തകൾ. അങ്ങനെ എത്ര തരം ചിന്തകൾ നമുക്കുണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല. അത്രയേറെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ചിന്ത എന്നത്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഇന്ന് നെഗറ്റീവായ ചിന്തകളും ഒത്തിരി നമ്മെ ഭരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ നന്മകളും നമ്മുടെ നല്ല ദൈവം നൽകി തന്നിരിക്കുന്ന താലന്തുകളും മുൻപോട്ട് നമുക്ക് സ്റ്റെപ്പെടുത്ത് വയ്ക്കുവാനുള്ള പല സന്ദർഭങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. മരവിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ മന്ദീഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ നെഗറ്റീവ് ചിന്തകൾ. പലപ്പോഴും പല പ്രതിസന്ധികളിലും നിസ്സഹായാവസ്ഥയോടെ നിൽക്കേണ്ടി വരുന്നതും ഈ വിഷയങ്ങൾ മൂലമാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഒരു ചിന്ത തുടങ്ങുന്നിടത്തു നിന്നാണ് തുടർന്നുള്ള പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ആദ്യം നടക്കുന്നത് ചിന്തയാണ്. അങ്ങനെയെങ്കിൽ ഈ ചിന്ത എന്നത് നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളെ ഉണർത്തിക്കൊണ്ട്, മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ മന്ദീഭവിച്ച് കിടക്കുന്ന ചിന്തകളെ ഉണർത്തിക്കൊണ്ട് നെഗറ്റീവായ ചിന്തകളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ദൈവപിതാവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന ഇന്നത്തെ ആ ഒരു വിഷയത്തിൽ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മുടെ അപ്പ കരുതുന്ന ദൈവമാണ്, നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്ന ദൈവമാണ് നമ്മുടെ പിതാവ്. എന്നാൽ നമ്മോട് വിചാരപ്പെടരുതെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നേരിട്ടും അപ്പോസ്തലന്മാരിലൂടെയും ഒക്കെ ദൈവം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, വയലിലെ താമരയെ നോക്കുവിൻ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, കാക്കയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, നൂൽക്കുന്നില്ല, എന്നിട്ടും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. അങ്ങനെയെങ്കിൽ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലുമായ മനുഷ്യനായ നമ്മെ എത്രയധികം നമ്മുടെ അബ്ബാപിതാവ് കരുതും. ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ട് അപ്പോസ്തലന്മാരിലൂടെ പറഞ്ഞു, സകല ചിന്താകുലവും കർത്താവിൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അതുപോലെ തന്നെയാണ് കർത്താവ് മാർത്തയോട് പറഞ്ഞത്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് മതി. എന്നാൽ നമുക്കറിയാം, അവിടെ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഒത്തിരി ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുവാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ആവശ്യമായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആവശ്യമായ സമാധാനവും ഈ പറഞ്ഞ അനുഗ്രഹവും ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ അല്പസമയം കൂടുതലായിരുന്നേ പറ്റൂ. ഇതാണ് ഇന്ന് നമ്മോട് ദൈവാത്മാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തെ സീരിയസ് ആയിട്ട് എടുക്കാം. അതായത് അല്പസമയമെന്നല്ല ദൈവാത്മാവ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുവാൻ എനിക്കും. അതായത് അല്പസമയം കൂടുതലായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തക്കവണ്ണം ഈ ദിനങ്ങളിലൊന്ന് ശ്രദ്ധ വയ്ക്കുക. നമുക്കറിയാം, തിരക്ക് പിടിച്ച സമയങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എത്ര ചെയ്തു തീർത്താലും തീരാത്ത പോലത്തെ ഒരു അവസ്ഥ, പല വിധത്തിലും നാം കഷ്ടതകളിലും തിരക്കുകളിലുമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഒരുമിച്ച് ചെയ്യുവാൻ തക്കവണ്ണം പറഞ്ഞിരിക്കുന്നത്, സഹോദരിമാരായ നമ്മുടെ ആ ഉത്തരവാദിത്വങ്ങൾ കൂടുതലായി നാം നിറവേറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം കൂടുതലായിരുന്ന് നല്ല ചിന്തകളെക്കുറിച്ച് ചിന്തിക്കുവാനിരിക്കുവാൻ, ദൈവം നമുക്ക് നൽകി തന്ന ഉപകാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ശൂന്യതയാണ്, കഷ്ടതയാണ്, വേദനയാണ്. നമുക്കറിയാം, പല ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന സഹോദരിമാരുണ്ട്. വിവിധങ്ങളായ വിഷയങ്ങളുമായി ദൈവസന്നിധിയിലിരിക്കുന്നവരുണ്ട്. പക്ഷേ അതെല്ലാം മറന്നിട്ട് ഇന്ന് ജീവനോടെ ഇരിക്കുവാൻ, ആ നിമിഷം ഇരിക്കുവാൻ
എന്നെ ഇടയാക്കിയതോർത്ത് ആദ്യം നന്ദി പറഞ്ഞ് തുടങ്ങിക്കൊണ്ട് ഇരിക്കുമ്പോൾ ചെയ്തതോർത്ത് നന്ദി പറയുവാൻ സമയം പോരാതെ വരും നമുക്ക്. അങ്ങനെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു ശുശ്രൂഷ പ്രിയപ്പെട്ടവർ ഇന്ന് നമുക്ക് നൽകി തന്നത് നമ്മുടെ തുടർന്നുള്ള ചിന്തകൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മുടെ മനസ്സ് ക്ലെൻസിങ് ആയിരുന്നാൽ മാത്രമേ തുടർന്നുള്ള ചിന്തകൾ നമുക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങി അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ശുദ്ധീകരണമുള്ള ഒരു മനസ്സും ഹൃദയവും നമ്മുടെ ജീവിതവും ആയിത്തീർന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ എന്ന് നമുക്കറിയാം. പലപ്പോഴും ഈ ഭാരപ്പെടലുകളും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ളവരിലേക്ക് നോക്കുന്ന കണ്ണുകൾ, മറ്റുള്ളവരെ ഏത് രീതിയിൽ കാണണമെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നു ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്ലെൻസിങ് ചെയ്തെടുക്കുവാൻ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നന്മകളെ കണ്ടുപിടിക്കുവാൻ, ഗുണങ്ങളെ കണ്ടുപിടിക്കുവാൻ, ഏത് വിഷയത്തിന്മേലും നല്ല ഒരു ചിന്ത കടന്നു വരുവാൻ തക്കവണ്ണം നെഗറ്റീവായത് മാറിപ്പോയിട്ട് എല്ലാറ്റിലും ഒരു സമാധാനവും സന്തോഷവും നൽകുന്ന ചിന്ത. വചനം പറയുന്നത് പോലെ യേശുവിൻ്റെ വാക്ക് കേട്ടവർ ലാവണ്യ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ആ പാദപീഠത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം സമയം ചെലവഴിക്കുവാനിടയായി. അവർ സമയം മറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ അവർക്ക് സാധിച്ചതുപോലെയാണ് നമ്മുടെ കണ്ണുകളും നമ്മുടെ വാക്കുകളും മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും എല്ലാം ഈ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ നമ്മിൽ തന്നെ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നു. പ്രത്യാശയില്ലാത്ത ഒരവസ്ഥകളിൽ പോലും സമാധാനമായി നമുക്ക് നിൽക്കുവാൻ, മുന്നിൽ ശൂന്യതയാണെങ്കിൽ പോലും സമാധാനത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്നു. മനസ്സിനെ ക്ലെൻസിങ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചിന്ത കൊണ്ട് നാം ഒരുമിച്ച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അല്പം സീരിയസ് ആയിട്ട് എടുത്തിട്ട് തുടർന്നുള്ള ദിനങ്ങളിൽ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നന്മകൾ, കൃപകൾ, ദൈവസഭയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ പ്രയോജനകരമാകുന്ന അനവധി നന്മകളെ മരിപ്പിച്ചിട്ടിരിക്കുന്ന ഈ നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കുമ്പോൾ അതെല്ലാം ഉണർന്നു വരുവാനിടയാകും. നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാറ്റിലുപരി ആത്മീക മനുഷ്യനും ഉണർന്നു വന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെയെങ്കിൽ ഇന്ന് ഇത് ചെയ്ത് ഓരോ ദിനവും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മിൽ നിന്ന് മാറിപ്പോകുവാനിടയാകും. കർത്താവ് പറഞ്ഞത് നമുക്ക് കേട്ടു വചനത്തിലൂടെ ആ അടിസ്ഥാനങ്ങളെ പരിശോധിച്ചും റെഫർ ചെയ്തുമൊക്കെ ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ അല്പസമയം ഇരിക്കുവാൻ തക്കവണ്ണം എന്നോടും പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്നവരോടും ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ വിഷയത്തെ നമുക്ക് തന്നിരിക്കുന്നു. നമുക്കത് ദൈവസന്നിധിയിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കാം. എല്ലാ ദൈവമക്കളെയും കൃപയാൽ മൂടി സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.